കൃത്യമാകുന്ന രീതിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്കൊരു കൃത്യമാകുന്ന റിവിഷൻ വേണം. അവിടെ നിന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അടുത്തതാകുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചതാകുന്ന കാര്യങ്ങളെ നമുക്ക് ഒരു തവണ കൂടി ഇന്ന് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പറയാം. അവിടെ നിന്ന് നമുക്ക് പുതിയതാകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം കേട്ടോ. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ പറഞ്ഞേ? എടാ, എന്നെ കൃത്യമായി ശ്രദ്ധിക്കുക, എന്നെ കൃത്യമായി എന്നോടൊപ്പം ഓരോ കാര്യങ്ങളും മനസ്സുകൊണ്ട് പറഞ്ഞു വരിക കേട്ടോ. എല്ലാ രീതിയിലും എന്തൊക്കെ വേണമോ അതിനെല്ലാം ഞാൻ കൃത്യമാകുന്ന രീതിയിൽ നിങ്ങളിലേക്ക് എന്ത് ചെയ്ത് തരാം, ആഡ് ചെയ്ത് തരാം. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ് കാര്യങ്ങളെയും കൊണ്ടൊന്ന് വന്നാൽ മതി കേട്ടോ. ശരി, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് 1988. ശരിക്കും പറഞ്ഞാൽ ഇത് 1988 എന്ന കാലയളവിലാണ് ഈ നിയമം വരുന്നതെന്ന് ആ ഒരു നിയമം തന്നെ പറയുന്നെങ്കിലും ഇത് പ്രാബല്യത്തിൽ വരുന്നത് തൊട്ടടുത്ത വർഷമാണ്, 89-ലാണ്. ജൂലൈ മാസം എന്നാ മക്കളെ, 1-ാം തീയതിയാണ് വരുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കുക. എന്നാ വരുന്നത്? ജൂലൈ മാസം 1-ാം തീയതിയാണ് ഇതെന്ത് വരുന്നത്, ഇവൻ പ്രാബല്യത്തിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഏത് ദിവസമാണ് ഇവൻ വരുന്നത്? പ്രാബല്യത്തിൽ വരുന്നത് ഏത് ദിവസം? 1989 ജൂലൈ മാസം 1-ാം തീയതി. 1-ാം തീയതി. ഡൗട്ടൊന്നുമില്ലല്ലോ. ജൂലൈ മാസം 1-ാം തീയതി പ്രാബല്യത്തിൽ വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഡൗട്ടുകളൊന്നുമില്ലല്ലോ? ഇല്ല. അവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, ആഡ് ചെയ്യേണ്ടതുണ്ട്. കൃത്യമായിട്ട് എന്നെ ഒന്ന് ശ്രദ്ധിച്ച് എൻ്റെ കൂടെ എന്ന വണ്ണം ഒന്ന് കവറപ്പ് ചെയ്ത് വരണേ. ഒരു സെക്കൻഡ്, ഞാനിതൊന്ന് മായ്ക്കട്ടെ. ഇതെവിടെയാണിത് മായ്ക്കുന്നതെന്ന് അറിയില്ല മക്കളെ, അതാണ് പ്രശ്നം. ടേപ്പ് ഇത് മായ്ക്കാൻ എന്താ ചെയ്യുക? ശരി, ഇപ്പം കിട്ടി. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണ് എന്നുള്ളത് ഒന്നുകൂടെ ഒന്ന് ഓർമ്മ വയ്ക്കുക. ഞങ്ങളെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ എന്തൊരു സാധനത്തിനെ പഠിച്ചാലും ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം എന്ന് എനിക്ക് അഭിപ്രായം ഇല്ല. എന്നാലും കാര്യങ്ങൾ പഠിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. എത്രത്തോളം ആകുന്ന കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന പഠിക്കാൻ, അത്രത്തോളം ആകുന്ന കാര്യങ്ങളും നമുക്ക് ഉപയോഗമാകുന്ന രീതിയിൽ വരണം. അതായത് ഉദ്ദേശിച്ചത്, നമ്മൾ എന്തെങ്കിലും ഒന്ന് മറന്നുപോയാൽ നമ്മൾ പഠിച്ചു വെച്ചവൻ നമ്മളെ പല കാര്യങ്ങളും മറന്നു പോകുന്നതിനെ ഓർമ്മിപ്പിച്ച് തരണം. ആ ഒരു രീതിയിൽ പഠിക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത്. അത് എത്രത്തോളം നിങ്ങൾക്ക് മുതലാകുമെന്നുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം ഉപകാരപ്പെടുമെന്നുള്ളത് എന്നോടൊപ്പം ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എന്താ? മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 കുറിച്ചാണ് പറഞ്ഞത്. ഈ ഒരു നിയമം ശരിക്കും പറഞ്ഞാൽ പ്രാബല്യത്തിൽ വരുന്നത് 1989-ലാണ്. ജൂലൈ മാസം 1-ാം തീയതിയാണ് എന്ന് ഞാൻ പറഞ്ഞു. പഠിച്ച കാര്യങ്ങളെയാണ് റിവൈസ് ചെയ്യുക, എൻ്റെ കൂടെ കേട്ട് വരണേ. ഇനി നമ്മൾ പറഞ്ഞത് മൊത്തം 212 സെഷനുകൾ ഉണ്ടായിരുന്നു, 14 ചാപ്റ്റർ. എത്ര എണ്ണം? 212 സെഷനും 14 ചാപ്റ്ററുകളും ഉണ്ട്. എത്ര എണ്ണം? 212 സെക്ഷൻസും ഉണ്ട്, 14 ചാപ്റ്ററും ഉണ്ട്. എത്ര എണ്ണം? 212 സെക്ഷനുകളും ഉണ്ട്, അതുപോലെ 14 ചാപ്റ്ററുകളും ഉണ്ട്. എങ്ങനെ? 212 സെക്ഷനും 14 ചാപ്റ്ററുകളും. ഇനി എന്തിനു വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു നിയമം വേണമെന്ന് ചോദിച്ചാൽ, റോഡ് സേഫ്റ്റി. നമുക്ക് തോന്നിയതുപോലെയൊന്നും റോഡ് ഉപയോഗിക്കാൻ പറ്റില്ല. കാലാകാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് വണ്ടികളുടെ എണ്ണം കൂടുന്നു, റോഡ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു, നടക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു. അങ്ങനെ ഉണ്ടാകുന്ന വലുതാകുന്ന വെഹിക്കിൾ ട്രാഫിക്കുകളൊക്കെ പരിഗണിച്ചുകൊണ്ട് നോക്കുമ്പോൾ ആക്സിഡൻറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആളുകളിലേക്ക് റോഡ് സേഫ്റ്റി എന്നത് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമായ ഒന്നാണ്. അതായത് ട്രാഫിക് റെഗുലേഷൻസ് അവിടെ നടത്തേണ്ടതായിട്ട് വരും. ഇനി അവിടെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യമാണ് എന്ത്? ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ. അങ്ങനെ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിയിട്ട് സ്വന്തമായിട്ടത് റോഡിലേക്ക് അങ്ങ് ഇറക്കി സ്വന്തമായിട്ട് തന്നെ ഓടിച്ച് സ്വന്തമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകാമെന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ അവിടെ നിങ്ങൾ എന്തു ചെയ്യപ്പെടണം? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ വാഹനം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ലൈസൻസ് കൃത്യമായിട്ട് എടുത്തതാകണം. അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്കത് റോഡിലേക്ക് ഇറക്കുവാനാകില്ല. അങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ലൈസൻസിങ് ആൻഡ് രജിസ്ട്രേഷൻ. കൃത്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഉണ്ടാകണം, അതുപോലെ വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഇന്നതുപോലൊരു വണ്ടി എടുത്തിട്ടുണ്ടെന്നും അത് ഈ റോഡ് വഴി ഓടിക്കാൻ പോകുകയാണ് എന്നും ആരെ അറിയിക്കണം? അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിക്കുക. അത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ആൻഡ് കോമ്പൻസേഷൻസ്. അതായത് വണ്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമായും ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ അത് വളരെ വലുതാകുന്ന ആക്സിഡൻറ്റുകളായാലും വളരെ ചെറുതാകുന്ന ആക്സിഡൻറ്റുകളായാലും അതിനകത്ത് എന്ത് ചെയ്യണം? വണ്ടി ഇടിച്ച ആൾ, വണ്ടി ആരെയാണോ ഇടിച്ചത് അയാൾക്ക് കോമ്പൻസേഷൻസ് കൊടുക്കേണ്ടത് ആയ സാഹചര്യങ്ങളുണ്ട്. അത് കൃത്യമായി കൊടുക്കുവാൻ ഒരു നിയമമോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ കൊണ്ടുവന്നില്ല എങ്കിൽ അത് കൃത്യമായി എത്തേണ്ട ആളുകളിലേക്ക് എത്തിയില്ല എന്ന് വരും. അതിനെ ഒന്ന് എന്ത് ചെയ്യാൻ, ഒന്ന് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് ആൻഡ് കോമ്പൻസേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞതാ, വണ്ടി ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെഹിക്കിൾ അല്ല, ഇലക്ട്രിക് വെഹിക്കിൾ അല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാകുന്നുണ്ട്? പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ആ പൊല്യൂഷൻ സംബന്ധമാകുന്ന കാര്യത്തെ പരിഗണിച്ചുകൊണ്ട് എൻവയോൺമെൻ്റൽ
സിഗ്നൽ പ്രൊട്ടക്ഷൻ എന്നൊരു ഭാഗം കൂടി നമ്മൾ അവിടെ എന്ത് ചെയ്യണം, പരിഗണിക്കണം. അതുപോലെ ട്രാഫിക് നിയമങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ നാട്ടിൽ ഈ പറയുന്ന NH-ൻ്റെയൊക്കെ പണി നടക്കുകയായിരിക്കും. അങ്ങനെ NH-ൻ്റെ പണിയും കാര്യമായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ പലതാകുന്ന രീതിയിൽ ഈ NH-ൻ്റേതാകുന്ന അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി വരുമ്പോൾ അവിടെ പുതിയതാകുന്ന കുറച്ച് സിഗ്നലുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടെന്ന് വരാം. അത് എന്താ അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, ആ റോഡ് അങ്ങനെ വരുമ്പോൾ ഇത്ര സ്ഥലങ്ങളിൽ നിന്നുള്ള റോഡ് ആ സ്ഥലത്തേക്ക് കയറുന്നുണ്ട്. വണ്ടിയുടെ ട്രാഫിക് വളരെ കൂടുതലാണ്, ക്രമാതീതമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവിടെ ആക്സിഡൻറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ ആക്സിഡൻറ്റ് കുറയ്ക്കണമെങ്കിൽ അവിടെ ഒരു ട്രാഫിക് ലൈറ്റ് വെച്ചാൽ മതി എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യും, ഒരു സർവേ നടത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും. അതിലൂടെ അവർ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള സിഗ്നലുകളും കാര്യങ്ങളും ഒക്കെ അവിടെ കൊണ്ടുവെക്കുന്നു. അതുപോലെ ഈ പറയുന്ന വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏതൊക്കെയാകുന്ന സിഗ്നലുകളൊക്കെയാണ് കാണിക്കേണ്ടത്, വണ്ടിയുമായിട്ട് ഓടിക്കുന്ന സമയത്ത് എന്തൊക്കെയാകുന്ന നിബന്ധനകൾ നമ്മൾ പാലിച്ചിരിക്കണം, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ളതും ഇതിൻ്റെ അണ്ടറിൽ വരുന്നൊരു കാര്യമാണ്. അതുപോലെ ഒരു വണ്ടിക്കകത്ത് കയറ്റാൻ പറ്റുന്നതായ ആളുകളെക്കാൾ കൂടുതലാകുന്ന രീതിയിൽ ആളുകളെ കയറ്റുകയോ ലോഡുകൾ കയറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അൺസേഫ് ആകുന്ന കണ്ടീഷനിലാണ് നമ്മൾ ഒരു വെഹിക്കിൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് ചരക്ക് കൊണ്ടുപോകുന്ന ഒരു വാഹനമാണെന്ന് വിചാരിക്കുക, ലോറിയാണെന്ന് വിചാരിക്കുക, അതിൽ ഒരു 10 രൂപ വീതം ടിക്കറ്റ് എടുപ്പിച്ചുകൊണ്ട് ഒരു 10 പേരെ കയറ്റി അവരെ ഇവിടെ നിന്ന് ഞാനൊരു 10 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കിയെന്ന് വിചാരിക്കും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, ഒരാൾക്ക് ഇരിക്കാനുള്ള സൗകര്യമില്ല, പിടിച്ചു നിൽക്കാനുള്ള സൗകര്യമില്ല, ലോറിയാണ്, അതിനകത്ത് കയറ്റി ഇട്ടുകൊണ്ട് പോവുക, എന്തും സംഭവിക്കാൻ, ചിലപ്പോൾ വണ്ടി ഓടുമ്പോൾ ആൾ തെറിച്ചു പോയെന്ന് വരാം. ഇങ്ങനെ അൺസേഫ് ആകുന്ന രീതിയിൽ ഒരു പ്രാക്ടീസ് അവിടെ നടക്കുകയാണെങ്കിൽ അതിനെയും അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ, പണ്ടുള്ള KSRTC അല്ല ഇന്നുള്ള KSRTC, വളരെ വലുതാകുന്ന മാറ്റങ്ങൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞത് അതോറിറ്റികൾ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം നമ്മൾ പറഞ്ഞത് മോർത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കാര്യമാണ്. അതായത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. മക്കളെ, എന്താകുന്ന രീതി, മിനിസ്ട്രി ലെവൽ എന്ന് പറയുന്നത് ഇവനാണ്. മിനിസ്ട്രി ലെവൽ എന്ന് പറയുന്നത് ഇവനാണ്. മക്കളെ മനസ്സിലാക്കിക്കോ, ഇവനാണ് ആരെന്ന് പറയുന്നത്, മിനിസ്ട്രി ലെവലിലുള്ള ആളെന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ റോഡ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ റോഡ് ആയിട്ട് ബന്ധപ്പെട്ട്, വെഹിക്കിൾ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുകയും ഈ പറയുന്ന നിയമങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കി വിടുന്ന, പാർലമെന്റ് മുഖാന്തരം ഉണ്ടാക്കി വിടുന്ന ഒരു നമ്മുടെ അതോറിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്. ഇത് സെൻട്രൽ അതോറിറ്റിയാണ് എന്നാണ് പറയുന്നത്. ഇവരുണ്ടാക്കുന്നത് പോളിസീസ് ആൻഡ് റെഗുലേഷൻസ് ആണെന്നാണ് പറഞ്ഞത്. ട്രാൻസ്പോർട്ട് നാഷണൽ ലെവലിൽ റോഡ് ട്രാൻസ്പോർട്ട് പോളിസികൾ ഉണ്ടാക്കുന്നു. അതുപോലെ ലൈസൻസ്, സ്റ്റാൻഡേർഡ്സ്, റിക്വയർമെൻറ്റ്സ്, സേഫ്റ്റി നോംസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അതുപോലെ ഗൈഡ് ലൈൻസുകൾ ഉണ്ടാക്കുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്നതിൻ്റെ ഗൈഡ് ലൈൻസുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് സ്റ്റേറ്റ് ലെവലിലേക്ക്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഉണ്ടാക്കുന്നത് സെൻറ്റർ ആണെങ്കിലും, ഈ നിയമം പ്രാവർത്തികമാക്കിയത് സെൻറ്റർ ആണെങ്കിലും, സെൻറ്റർ ചില പ്രത്യേകമാകുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ സ്റ്റേറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ചുമതലപ്പെടുത്തുന്നുണ്ട്. ആ ചുമതലപ്പെടുത്തലിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഓവർസീസ് സേഫ്റ്റി പ്രോഗ്രാംസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ് പല പരിപാടികളും നടത്തുന്നുണ്ട്. ഈ പറയുന്ന സേഫ്റ്റി റിലേറ്റഡ്, റോഡ് സേഫ്റ്റി റിലേറ്റഡ്, അല്ലെങ്കിൽ ഈ പറയുന്ന റോഡിൻ്റേതാകുന്ന സുരക്ഷയെ സംബന്ധിക്കുന്ന, ഒരാൾ എങ്ങനെ നടക്കണം, അങ്ങനെയൊക്കെ പലതാകുന്ന അവയർനെസ് ക്ലാസ്സുകൾ. പിന്നെന്താ പറഞ്ഞത്, പ്രൊമോട്ടിംഗ് ഡെവലപ്മെൻറ്റ് ഓഫ് റോഡ് ഇൻഫ്രാസ്ട്രക്ചർ. റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തോരമാകുന്ന ഫണ്ടൊക്കെ വേണം എന്നൊക്കെ ചർച്ച ചെയ്ത് അനുവദിച്ചു കൊടുക്കുന്നൊരു ടീമും ആര് തന്നെയാണ്, ഈ മോർത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്. ഈ പറയുന്ന സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് എന്ന് പറയുന്നത് ആരുണ്ടാക്കുന്നതാണ് മക്കളെ, മോർത്ത് എന്ന സ്ഥാപനത്തിലൂടെ ഉണ്ടായി വരുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത്, ഈ റൂൾസ് എന്ന് പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചാൽ, ഒരു വെഹിക്കിൾ ഉപയോഗം ഏത് രീതിയിലേക്കായി നിയന്ത്രിക്കണമോ അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. സോ വെഹിക്കിൾ രജിസ്ട്രേഷൻ, അതുപോലെ ലൈസൻസിങ്, റോഡ് സേഫ്റ്റി എല്ലാം ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നിയമം. അവിടെ നമുക്ക് എമിഷൻ നോംസുകൾ വരും, ഫിറ്റ്നസ് ടെസ്റ്റുകൾ വരും, സേഫ്റ്റി റിക്വയർമെൻറ്റ്സുകൾ വരും. ഇതെല്ലാമായിട്ട് ബന്ധപ്പെടുന്ന സ്റ്റാൻഡേർഡ്സുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു സ്ഥാപനമുണ്ട്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സെൻറ്റർ നിയമം ഉണ്ടാക്കും. ഇതിലൂടെ സെൻറ്റർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റേറ്റുകൾക്ക് എന്ത് ചെയ്യാം, അവരുടേതാകുന്ന രീതിയിൽ നിയമങ്ങൾ ഉണ്ടാക്കാം. അതിന് ബുദ്ധിമുട്ടില്ല, അത് ആവശ്യമാണ് അവരവരുടെ റോഡ് കണ്ടീഷൻസ് അനുസരിച്ച്. അങ്ങനെ ഈ പറയുന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് അനുവാദം കൈമാറും. കാര്യം സ്റ്റേറ്റിൻ്റെ റോഡ് ഗതാഗതം കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈച്ച് സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ട്രാൻസ്പെറൻറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അവിടെ പലതാകുന്ന ഇംപ്ലിമെൻറ്റേഷൻസ് നടക്കും. അതായത് സെൻട്രൽ ലെവലിൽ
ലെവലിൽ നിന്ന് ഉണ്ടാക്കി വിടുന്ന നിയമങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷനും എൻഫോഴ്സ്മെൻറ്റും നടക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന മോട്ടോർ വെഹിക്കിൾ ആക്ട് എന്ന് പറയുന്നതിലൂടെ സ്റ്റേറ്റ് ലെവലിൽ എന്ത് ചെയ്യും? നടക്കും. അത് നടപ്പിലാക്കുന്ന സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവരാണ് വെഹിക്കിൾ രജിസ്ട്രേഷൻ നടത്തുന്നതും ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതും ലേണേഴ്സ് ടെസ്റ്റ് നടത്തുന്നതും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ഷൻസ് നടത്തുന്നതും ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് നടത്തുന്നതും. അതായത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് MVI അല്ലേ, മോട്ടോർ വെഹിക്കിൾ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അല്ലേ. ഇയാൾ ഒരു സ്റ്റേറ്റ് ലെവൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ആണ്. അതുപോലെ തന്നെ അടുത്തതാകുന്നൊരു സ്ഥാപനമാണ് RTO. നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ് ലെവലിലുള്ള ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന സാധനമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഇത് സ്റ്റേറ്റ് ലെവൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കീഴിലാണ് എന്ന് പറഞ്ഞു. വെഹിക്കിൾ രജിസ്ട്രേഷൻ നൽകുന്നത് ഇപ്പോൾ നമുക്കറിയാം KL02 എന്ന് പറഞ്ഞാൽ കൊല്ലത്തെ വണ്ടിയാണ്, KL24 എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊട്ടാരക്കര വണ്ടിയാണ്, KL23 എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളി വണ്ടിയാണ്, KL15 എന്ന് പറഞ്ഞാൽ സർക്കാർ വണ്ടികളിൽ KSRTCക്ക് നൽകുന്നതാണ്. KL01 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തിരുവനന്തപുരം രജിസ്റ്റർ ചെയ്യുന്ന വണ്ടികളും അതുപോലെ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളിലും KL01 നമ്മൾ കാണാറുണ്ട്, ഈ KSRTC ഒഴികെയുള്ളതിൽ. ഈ പറയുന്നത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത്? മക്കളെ, ഇത് ഓരോ മേഖലയിലുമുള്ള റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലൂടെയാണ് ഈ നമ്പറുകൾ കിട്ടുക. ഇപ്പോൾ KL24, 23 എന്നൊക്കെ പറയുന്നത് എന്താ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയ്ക്ക് അടിസ്ഥാനമായിട്ട് കൊടുക്കുന്നതല്ല, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഒരു ജില്ലയിൽ ഒന്നിലധികം വരാം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളതിലൂടെ കിട്ടുന്ന സാധനം. അങ്ങനെയാണ് വെഹിക്കിൾ രജിസ്ട്രേഷൻ ഈ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് വഴിയാണ് കൊടുക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള എന്താണ് സബ് ഡിവിഷൻസ് ആണ് RTO. അതാണ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നത്, എക്സാം നടത്തുന്നത്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുന്നത്, ഫൈൻസും പെനാലിറ്റീസും ഒക്കെ അടയ്ക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫൈനും പെനാലിറ്റിയൊക്കെ ഇടുന്നത് MVD ആണ്, അറിയാമല്ലോ. അത് പോലീസുകാർ ഇടുന്നുണ്ട്, അവർക്കും അതിൻ്റെ നിയമങ്ങളൊക്കെ എന്താണ് കുറച്ച് അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ട്രാഫിക് പോലീസ് അറിയാമല്ലോ. റോഡ് ഗതാഗതം എന്ന് പറയുന്നത് എന്താണ് കൃത്യമായി പരിപാലിച്ചു പോകുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പോലീസ് സംവിധാനം കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ട്രാഫിക് പോലീസ് എന്ന് പറയുന്നത്. ട്രാഫിക് എൻഫോഴ്സ്മെൻ്റ് ആണ് അവരുടെ ആവശ്യം. ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇമ്പോസിങ് ഫൈൻ ഇടുന്നുമുണ്ട്. നമ്മൾ ട്രിപ്പിളൊക്കെ അടിച്ച് പോവുകയാണെങ്കിൽ, ഹെൽമെറ്റ് ഇടാതൊക്കെ പോവുകയാണെങ്കിൽ നമ്മളെ വഴി പിടിച്ച് നിർത്തുന്നുണ്ടല്ലോ ഇവരൊക്കെ. ഇനി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ്, ഇത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ KSRTC പോലെയുള്ള സംവിധാനങ്ങളുടെ കാര്യമാണ്, KSRTC പോലെയുള്ള സാധനങ്ങളുടെ കാര്യമാണ്. അതായത് പബ്ലിക് എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എയർ പൊല്യൂഷൻ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് ഒരുപാട് വെഹിക്കിൾ വന്നാൽ ഒരുപാട് പൊല്യൂഷൻസ് ഉണ്ടാവും. അതിന് പകരം ഒരു കളക്റ്റീവ് ആകുന്ന രീതിയിൽ ഒരാൾക്ക് ഒരു കാറ് എന്നതിന് പകരം ഒരു 50 പേർക്ക് ഒരു ബസ് എന്ന രീതിയിൽ ഒരു സിംഗിൾ വെഹിക്കിൾ അവിടെ പ്രവർത്തിച്ചാൽ അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതിൻ്റേതായ രീതിയിൽ പൊല്യൂഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ശരിയല്ലേ? അതുകൊണ്ട് വണ്ടി വാങ്ങാൻ യോഗ്യരല്ലാത്ത അല്ലെങ്കിൽ വണ്ടി വാങ്ങാൻ വേണ്ടി ഈ പറയുന്ന സാമ്പത്തികം സെറ്റാവാത്ത ആളുകൾക്കും ഈ പറയുന്ന സഞ്ചാരം ഉണ്ടാകണം, സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് സഞ്ചരിക്കാനുള്ള യോഗ്യമായ വഴികൾ ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് പബ്ലിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ KSRTC എന്ന് പറയുന്നത്. അത് കേവലം ഈ പറയുന്ന KSRTC എന്നൊരു സംവിധാനം ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്? ഇപ്പോൾ ടൂറ് പോകാൻ വേണ്ടിയിട്ട് KSRTC ഓക്കെയാണ്. കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് KSRTCകൾ നമ്മുടെ ബസ്സുകൾ നമുക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ എക്സ്പോ റിലേറ്റഡ് ആകുന്ന കണ്ടീഷൻസ് വരുവാണെങ്കിൽ നമുക്ക് ഈ KSRTC സംവിധാനത്തിൻ്റെ സഹായം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഈ റെഗുലർ ആകുന്ന രീതിയിൽ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാടാകുന്ന അതിനകത്ത് തന്നെ പല കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് മെയിൽ സംവിധാനങ്ങൾ, അതായത് നമ്മുടെ കൊറിയറും കാര്യങ്ങളും ഒക്കെ അയക്കാൻ വേണ്ടിയിട്ട് ഈ KSRTCക്കകത്തൊരു സംവിധാനമുണ്ട്, കൊറിയർ സംവിധാനം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഈ പറയുന്ന ഇപ്പം നമുക്ക് തമിഴ്നാട്ട് ഈ പറയുന്ന കോയമ്പത്തൂർ പോലെയുള്ള സ്ഥലങ്ങൾ, ഉക്കടം എന്നൊരു മാർക്കറ്റ് ഉണ്ട്. അവിടെ ഈ പറയുന്ന നമ്മുടെ ഈ സ്ക്രാപ്പുകളൊക്കെ ഒത്തിരി കിട്ടുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ സാധനങ്ങൾ, ബൈക്കിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് ഒക്കെ വളരെ ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ, അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയ്ക്ക് സാധനം വാങ്ങാൻ കിട്ടും. അത് അവിടെ നിന്ന് വാങ്ങിച്ച് എനിക്ക് വേണമെങ്കിൽ KSRTCക്കകത്ത് കയറ്റി എന്ത് ചെയ്യാം, എനിക്ക് എൻ്റെ നാട്ടിലോട്ട് എത്തിക്കാം. കാര്യം ഇതിൻ്റെ കണക്ടിവിറ്റി കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ മെയിൽ സംവിധാനം, ഇങ്ങനെ അനവധിയാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പബ്ലിക്
അതിലേക്ക് ബസ് വരുന്നുണ്ട്, അതർ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ്, അതാണ് ഞാൻ ഈ പറഞ്ഞ സാധനം. ഓക്കെ അല്ലേ? അത് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ്. നമ്മൾ കാണുന്ന ഒരു വണ്ടി നേരെ പോകുന്നു എന്നാണെങ്കിലും പക്ഷേ ആ വണ്ടിയുടെ ചേസ് ഉൾപ്പെടെ ബെൻഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഫിറ്റ്നസ് എന്ന് പറയുന്നൊരു സാധനം. ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ എങ്ങനെ റോഡിലോട്ട് ഇറങ്ങുന്നതെന്ന്. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല. പക്ഷേ മോട്ടോർ വെഹിക്കിൾ ആക്ടുകൾ അനുസരിക്കുന്ന രീതിയിലെ വണ്ടികൾ തന്നെയാകണം ഈ പറയുന്ന സംവിധാനം വഴിയും പ്രവർത്തിക്കുന്നത് എന്നൊരു കാര്യം പറയുന്നുണ്ട്. സോ അങ്ങനെ ഒരു സംഭവം. എൻഷുർ ദ സേഫ്റ്റി ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദി പബ്ലിക് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. കേവലം ചുമ്മാ ബസ് അങ്ങോട്ട് ഇറക്കി വിട്ടാൽ മാത്രം പോരാ, അല്ലെ സർവീസസ് ഓഫർ ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ മെയിൻ്റനൻസും ഇതിനകത്ത് വരുന്നൊരു കാര്യമാണ്. ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ച കാര്യം തന്നെ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കണ്ടന്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാനങ്ങ് പറയുന്നത് കേട്ടോ. അടുത്ത് നോക്കിയാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി. എനിക്കിതിൻ്റെ ആക്ച്വലി ലൈസൻസ് ഉണ്ട്. ഞാനിതിൻ്റെ എക്സാം എഴുതി ഇതിൻ്റെ എക്സാം ലൈസൻസ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഈ പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു എക്സാം എഴുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ആ സാധനം എന്ന് ചോദിച്ചാൽ, നമ്മൾ ആക്ച്വലി അവിടെ ഈ ഇൻഷുറൻസ് പോലെയുള്ള സംവിധാനം ഒരാൾക്ക് വേണ്ടി എടുത്തു കൊടുക്കാനെന്ന വണ്ണം നമ്മൾ യോഗ്യരാകുന്ന ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്നു അവിടെ. അത് ഈ പറയുന്ന ഇൻഷുറൻസ് സെക്ടറിനകത്തൊരു റെപ്രസെൻറ്റീവായിട്ട് മാറുക നമ്മളതിലൂടെ. സോ ദ റെഗുലേറ്ററി അതോറിറ്റി ഗവേൺസ് ഇൻഷുറൻസ് സെക്ടർ ആൻഡ് ഇൻക്ലൂഡിംഗ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ്. ഓക്കെ അല്ലേ? ഇതിനകത്ത് എന്തുണ്ട്? മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് വരെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി അവിടെ എന്തൊക്കെയാണ് വരുന്നത്? മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് വാലിഡ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും മിനിമം എടുത്തു കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ IRDAI എന്ന് പറയുന്ന സാധനം, ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, IRDAI എന്ന് പറയും. ഓക്കെ അല്ലേ? അവിടെ മിനിമം ഒരു തേർഡ് പാർട്ടി, നമുക്ക് ബമ്പർ ടു ബമ്പർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതുപോലെ തേർഡ് പാർട്ടി ഉണ്ട്. ബമ്പർ ടു ബമ്പർ എന്ന് പറഞ്ഞാൽ വണ്ടിക്കും കിട്ടും ആളിനും കിട്ടും. മറ്റേതെന്ന് പറഞ്ഞാൽ ആളിന് മാത്രമേ ഉള്ളൂ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ. അതൊരു രീതി അങ്ങനെയുണ്ട്, അറിയാമല്ലോ അല്ലേ? അതുപോലെ റെഗുലേറ്റിംഗ് ദ ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് കമ്പനീസ് ഓഫറിംഗ് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് പോളിസീസ്. ഇതിനകത്ത് ഈ IRDAI എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കൊടുക്കുന്ന കമ്പനികൾ ആരാണോ? ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ, എന്നെ വണ്ടി ഇടിച്ചു, ഞാൻ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു. ഇപ്പോൾ കമ്പനി ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ട് എനിക്ക് ഇൻഷുറൻസ് തരുന്നില്ല. ഒന്ന് ആലോചിച്ചോക്കെ, തരുന്നു എന്നാണെങ്കിൽ കുഴപ്പമില്ല, തരുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടതാകുന്ന ഒരു സാധനം അവിടെ കിട്ടാതെ പോയാൽ അത് ചോദിച്ച് വാങ്ങിച്ചു തരാൻ റെസ്പോൺസിബിൾ ആകുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് വേണ്ടി അവിടെ പ്രവർത്തിക്കണ്ടേ? അതാണ് ഈ പറയുന്ന IRDAI എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് നാഷണൽ റോഡ് സേഫ്റ്റി കൗൺസിൽ. ഇതിനെ ഓർത്തു വെച്ചേക്കണം, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് ആക്ച്വലി ഒരു റോഡ് സേഫ്റ്റിയും ആയിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്വൈസറി യൂണിറ്റ് ആയത്. അഡ്വൈസറി യൂണിറ്റ് ആണ് ഇവനെന്ന് പറയുന്നത്. അഡ്വൈസറി യൂണിറ്റ്. ഈ അഡ്വൈസറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതാണ്. എന്ത് നൽകുക എന്നാ പറഞ്ഞത്? നിർദ്ദേശങ്ങൾ നൽകുക എന്നാ പറഞ്ഞത്. നിർദ്ദേശം. അതായത് ഇപ്പോൾ എന്തെങ്കിലും ആകുന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി, ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഒരു ഉപദേശം ചോദിക്കാനുള്ള ഒരു സമിതി ഉണ്ടാകണം. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരാ ഉള്ളതെന്ന് വെച്ചാൽ എ പാനൽ ഓഫ് എക്സ്പേർട്സ്. ഇവിടെ ആരുണ്ട്? കുറേ എക്സ്പേർട്സുകളുടെ പാനലുണ്ട്. ഇവിടെ എന്ത് ചെയ്യാം ഈ ഒരു സാഹചര്യത്തിൽ എന്ന് അവർക്കിടയിൽ ഒരു ചർച്ച നടത്തി അതിൻ്റേതാകുന്ന റിസൾട്ട് നമ്മളോട് പറയും. സോ അഡ്വൈസസ് ദ ഗവൺമെൻറ്. ഇവിടെ ഇപ്പോൾ എന്നോടല്ല പറയേണ്ട, ഗവൺമെൻറ്റിനോട്. എന്താണ്? റോഡ് സേഫ്റ്റി മാറ്റേഴ്സുമായിട്ട് സജസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ആകുന്ന നോംസുകളോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ വരുത്തേണ്ടതാകുന്ന സാഹചര്യം ഉൾപ്പെടെ പഠിച്ച് അവിടെ എന്ത് നടത്തും? ഒരു റിസർച്ചൊക്കെ നടത്തിയിട്ട് എന്ത് നടത്തും? അവർ ഒരു അഡ്വൈസിങ് അവിടെ നടത്തും കേട്ടോ. സോ ഗവൺമെൻറ്റിന് റോഡ് സേഫ്റ്റി മാറ്റേഴ്സിൽ ഇംപ്രൂവ്മെൻറ്റുകൾ കൊണ്ടുവരാനും മോട്ടോർ വെഹിക്കിൾ ആക്ട് മുഖാന്തരമുള്ള എന്തെങ്കിലും ഒരു സാധനത്തെ എൻഫോഴ്സ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ ആണെങ്കിൽ ഇവർ പ്രവർത്തിക്കും. റിസർച്ചാണ് ഇവരുടെ മെയിൻ പരിപാടി, സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. ഇവരൊരിക്കലും ഒരു ജുഡീഷ്യൽ ബോഡി അല്ല, ഇത് ഒരു ബോഡിയാണ് ദാറ്റ് കണ്ടക്ട് സ്റ്റഡീസ് ആൻഡ് റിസർച്ച്. ഇവർ പഠിച്ചിട്ട് അതിലെ ശരി എന്ത് തെറ്റെന്തെന്ന് പറയും. അത് കഴിഞ്ഞാൽ ആക്സിഡൻസ് ട്രിബ്യൂണലാണ്, ക്ലെയിം ട്രിബ്യൂണലാണ്. മോട്ടോർ ആക്സിഡൻസ് ക്ലെയിം ട്രിബ്യൂണൽ എന്ന് പറയും. മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണൽ ഇതൊരു ജുഡീഷ്യൽ ബോഡിയാണ്. അതായത് ഇതാണ് നമ്മുടെ ഈ കേസുകൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരാൾ. ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ പിന്നെ അത് ഈ ചോദ്യമില്ലല്ലോ. സോ ക്ലെയിംസ് റിലേറ്റഡ് ആകുന്ന മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ക്ലെയിംസ് റിലേറ്റഡ് ആകുന്ന കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പരിഗണിക്കുന്നത്. ഇവർ വിക്ടിംസ് ആയ ആളിന് എന്ത് ചെയ്യും? കോമ്പൻസേഷൻ വാങ്ങിക്കൊടുക്കാനുള്ള രീതിയിൽ വെഹിക്കിൾ ആക്സിഡൻസുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ഒന്നുകിൽ ആൾ മരിച്ചു പോയാൽ അയാൾക്കോ അയാളുടെ കുടുംബത്തിനോ. ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പില്ലർ നമ്മുടെ നാഷണൽ ഹൈവേയുടെ അകത്ത് വെച്ചിട്ടുള്ളൊരു പില്ലർ ഒടിഞ്ഞു വീണിട്ട് ഒരാൾ മരണപ്പെട്ടു. അയാൾക്ക് ഏകദേശം ഒരു 10 ലക്ഷം രൂപ കൊടുത്തു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ 10 ലക്ഷം കൊടുത്തില്ലായിരുന്നെങ്കിൽ ആരിടപെടേണ്ടി വന്നേനെ? അവിടെ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണൽ പ്രവർത്തിക്കേണ്ടി വന്നേനെ. മാക്ട് എന്ന് പറയും.
ഓക്കെ അല്ലേ, മാക്ട് എന്ന് പറയും. ഓക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, എൻഫോഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ് പറയുന്നത്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച്. ഓക്കെ അല്ലേ. എന്താ പറഞ്ഞത്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇവർക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു റോള് കൊടുക്കാൻ കാര്യം എയർ പൊല്യൂഷൻ എന്ന് പറയുന്നൊരു സാധനമാണ്. അതായത് ഒരു വണ്ടി ഓടുന്ന സമയത്ത് അതിനകത്ത് എന്താകുന്ന പൊല്യൂഷൻ ഉണ്ട്, ആ പൊല്യൂഷൻ എത്രത്തോളം കുറയ്ക്കണം എന്നല്ലേ നമ്മൾ ചിന്തിക്കും. ഇമ്പാക്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ അളവ് കൂടുകയും സ്വാഭാവികമായിട്ട് പ്രകൃതിയുടെ ഹീറ്റ് എന്ന് പറയുന്നത് കൂടുകയും എർത്തിൻ്റെ ഹീറ്റ് അങ്ങനെ ബൂസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഐസ് മെൽട്ട് ആവുകയും നമുക്ക് വെള്ളം കയറി ഈ പറയുന്ന ലാൻഡ് ഏരിയ മൊത്തം അടിയിൽ പോകാനുള്ളൊക്കെ സാധ്യതകളൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതാണ് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്ന സാധനം. ഈ പറയുന്ന പ്രശ്നത്തെ ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് നാളുകൂടെ ഇവിടെ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ശ്വസിക്കാനുള്ള വായു പോലും പ്യുവർ ഫോമിലായിരിക്കണം എന്നതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, പല സ്റ്റഡീസുകളൊക്കെ നടത്തി പലതാകുന്ന തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന് ഇവിടെ ഒരു ആവശ്യം വരുന്നത് പഠിക്കേണ്ടതായിട്ട്. ഓക്കെ അല്ലേ. എമിഷൻ നോംസുകൾ കൊണ്ടുവരുന്നത് അവരാണ്, സ്റ്റാൻഡേർഡ്സ്. ഇപ്പോൾ റെഗുലേറ്റ് പൊല്യൂഷൻ കൺട്രോൾ മെഷേഴ്സ് ഓഫ് വെഹിക്കിൾസ് അറിയാമല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ അവസാനം നമ്മുടെ ഒരാളുടെ പേരും കൂടെ പറഞ്ഞു, CBI. ഒന്നല്ല, രണ്ടുപേരും കൂടെ ഉണ്ട്, CBI. CBIക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇല്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആകുന്ന ഇൻവോൾവ്മെൻ്റ് ആണ് ഇവർക്കുള്ളത്. ഞാൻ പറയുന്ന പോയിന്റ് മാത്രം ഓർത്താൽ മതി. ഇവർക്ക് എന്താണ്, ഡയറക്റ്റ് ആകുന്ന ഇൻവോൾവ്മെൻ്റ് ഇല്ല, ഇൻഡയറക്റ്റ് ആകുന്ന ഇൻവോൾവ്മെൻ്റ് ആണുള്ളത്. ഈ ഇൻഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരു വെഹിക്കിൾ റിലേറ്റഡ് ആകുന്ന സ്കാമുകൾ എന്തെങ്കിലും അവിടെ നടന്നു എന്നാണെങ്കിൽ, വെഹിക്കിൾ സ്കാം നടന്നു എന്നാണെങ്കിൽ, അങ്ങനെയുള്ള കേസുകളിൽ ഇപ്പോൾ എന്തെങ്കിലും ടെററിസം പോലെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് ഭാവിയിലേക്ക് ഒരു വലിയ ദുരന്തമായി മാറുവാൻ സാധ്യതയുള്ള എന്തെങ്കിലും സംവിധാനം നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ CBI പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യും, അന്വേഷണം നടത്തും. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു I-20 വാഹനം ഈ അടുത്തിടയ്ക്ക് ഡൽഹിയിലെ ഒരു വലിയ സിറ്റിയിൽ, ആൾ തിരക്കൊക്കെയുള്ള ഒരു സിറ്റിയിൽ വന്ന് പാർക്ക് ചെയ്തു, അത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പൊട്ടിത്തെറി ഒരു വെഹിക്കിൾ മുഖാന്തരമാണ് നടന്നത്. അപ്പോൾ അതിനകത്ത് ഉറപ്പായിട്ട് CBI അന്വേഷണമൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ NIA പോലെയുള്ള സ്ഥാപനങ്ങൾ അതിനകത്ത് അന്വേഷണമൊക്കെ നടത്തും. ഇവരുടെ റിപ്പോർട്ടുകളെല്ലാം പരസ്പരം ടാലി ചെയ്തൊരു ഫൈനൽ റിസൾട്ടിനകത്ത് എത്തുക എന്നുള്ള രീതിയാണ് സംഭവിക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള വെഹിക്കിൾ റിലേറ്റഡ് ആകുന്ന കാര്യങ്ങളിൽ അന്വേഷണം CBIക്ക് ഉണ്ടാവും. സോ ഇനി എന്താ വരുന്നത്, അടുത്തത് വെഹിക്കിൾ മാനുഫാക്ചേഴ്സ് ആൻഡ് ഓട്ടോമോട്ടീവ് സ്റ്റാൻഡേർഡ്സ് ബ്യൂറോ. ഇത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. എന്താ, ഒരു വണ്ടി നമ്മളവിടെ ഉണ്ടാക്കി വെക്കുമ്പോൾ ആ വണ്ടി കുറച്ച് സ്റ്റാൻഡേർഡ്സുകൾ കീപ്പ് ചെയ്യണം. ആ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ആ വണ്ടി ഉപയോഗിക്കുന്ന ആളുടെ സേഫ്റ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട് എന്നൊരു കാര്യം മനസ്സിലാക്കുക. ആ സേഫ്റ്റി എന്ന് പറയുന്നതിന് ഒരു അഷ്യൂരിറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സോ മാനുഫാക്ചർ ആൻഡ് ഓട്ടോമോട്ടീവ് സ്റ്റാൻഡേർഡ്സ് ബ്യൂറോ, മാനുഫാക്ചർ ആൻഡ് ഓട്ടോമോട്ടീവ് സ്റ്റാൻഡേർഡ്സ് ബ്യൂറോ, മാനുഫാക്ചർ ആൻഡ് ഓട്ടോമോട്ടീവ് സ്റ്റാൻഡേർഡ്സ് ബ്യൂറോ എന്താണെന്ന് പറഞ്ഞല്ലോ.